ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു എക്സലൻ യൂട്യൂബ് ചാനൽ. മക്കളെ, ഇന്ന് SLC കുട്ടികൾക്കായിട്ട് 10ാം ക്ലാസ്സിലെ സ്റ്റുഡൻസിനായിട്ട് അവിടെ സോഷ്യൽ സ്റ്റഡീസ് എക്സാമിന് ഷുവറായിട്ട് അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ പറയുകയാണ്, ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ്, ഒരു ടോപ്പിക്കാണ് ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്. ഗ്ലോബൽ പ്രഷർ ബെൽറ്റ് എന്ന ടോപ്പിക്ക് പഠിക്കാതെ പോകരുത്. ഇനി ആർക്കെങ്കിലും അറിയാത്തതുണ്ടെങ്കിൽ നമ്മൾ ഈ ക്ലാസ്സിലൂടെ വളരെ സിമ്പിളായിട്ട് അതിനെപ്പറ്റി പറഞ്ഞു തരാൻ പോവാണ്. അപ്പം ഗ്ലോബൽ പ്രഷർ ബെൽറ്റിനെ മെയിൻലി 4 ആക്കിയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ് മക്കളെ 4 ഇക്വിറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്. ഇക്വിറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റിന് എത്ര ഡിഗ്രിയാണ്? 0 ഡിഗ്രിയാണ്. ഇക്വിറ്റോറിയൽ ലോ പ്രഷറിൻ്റെ മുകളിലും സൗത്തിലും നോർത്തിലുമായിട്ട് സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് ഉണ്ട് അല്ലേ, അത് 30 ഡിഗ്രിയാണ്. ഇനി ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റിന് ശേഷം നമ്മുടെ സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ് ഉണ്ട്, അതുപോലെ പോളാർ ഹൈ പ്രഷർ ബെൽറ്റ് ഉണ്ട്. സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് 30 ഡിഗ്രി ആണെങ്കിൽ സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ് 60 ഡിഗ്രിയാണ്, അതുപോലെ പോളാർ ഹൈ പ്രഷർ ബെൽറ്റ് 90 ഡിഗ്രിയാണ്. ഇനി നോർത്തേൺ ഹെമിസ്ഫിയറിലും ഉണ്ട്, സദേൺ ഹെമിസ്ഫിയറിലും ഉണ്ട് അല്ലേ, ഡിഗ്രിയൊക്കെ സെയിം ആണ്. അത് നോർത്തേൺ ഹെമിസ്ഫിയറിലാണെങ്കിൽ 30 ഡിഗ്രി നോർത്തെന്നും 60 ഡിഗ്രി നോർത്തെന്ന് 90 ഡിഗ്രി നോർത്ത് എന്ന് പറയും അല്ലേ. സദേൺ ഹെമിസ്ഫിയറിലാണെങ്കിലോ ഇപ്പോൾ സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് സദേൺ ഹെമിസ്ഫിയറിൽ 30 ഡിഗ്രി സൗത്ത് ആണ്, സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ് 60 ഡിഗ്രി സൗത്ത് ആണ്, പോളാർ ഹൈ പ്രഷർ ബെൽറ്റ് സദേൺ ഹെമിസ്ഫിയറിൽ 90 ഡിഗ്രി സൗത്ത് ആണ്. അത്രയേ ഉള്ളൂ. ഇക്വിറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് എത്ര ഡിഗ്രിയാണ് മക്കളെ? 0 ഡിഗ്രിയാണ്, ഓർത്ത് വെക്കാം. ഇനി നമ്മുടെ ഇക്വിറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റിൻ്റെ പ്രത്യേകത എന്താണ്? നമ്മുടെ സൂര്യൻ്റെ രശ്മികൾ വളരെ വേർട്ടിക്കലായി ആയിട്ട് കിട്ടുന്ന ഒരു ഭാഗമാണ് നമ്മുടെ ഇക്വിറ്റോറിയൽ റീജിയൻ, നമ്മുടെ ഇക്വേറ്റർ നിൽക്കുന്ന ഭാഗം എന്ന് പറയുന്നത്, നമ്മുടെ ഇക്വിറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് നിൽക്കുന്ന ഭാഗം. ഓക്കെ, ഹെൻസ് ടെമ്പറേച്ചർ വിൽ ബി ഹൈ. ഈ ഭാഗങ്ങളിൽ സൂര്യൻ്റെ രശ്മികൾ നേരിട്ട് കിട്ടുന്നത് കൊണ്ട് തന്നെ അവിടെയുള്ള ടെമ്പറേച്ചർ, താപനില എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. ഇറ്റ് ഈസ് വെരി ഹൈ ഇൻ ദിസ് സോൺ അല്ലേ. അപ്പം ത്രൂ ഔട്ട് ദി ഇയർ, വർഷം തോറും ഈ ഭാഗങ്ങളിൽ വളരെ കൂടുതൽ ടെമ്പറേച്ചർ ഉണ്ട്, താപനില വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ സൂര്യൻ്റെ താപനില കൂടുന്നത് കൊണ്ട് തന്നെ എയർ എക്സ്പാൻഡ് ചെയ്യാൻ തുടങ്ങും. എന്ത് കാരണത്താൽ? സണ്ണിൻ്റെ ഹീറ്റ് ഉള്ളത് കൊണ്ട് തന്നെ എയർ എക്സ്പാൻഡ് ചെയ്ത് മുകളിലോട്ട് പോകാൻ തുടങ്ങും. ദിസ് ഈസ് എ റീസൺ ഫോർ ദ ലോ പ്രഷർ എക്സ്പീരിയൻസ് ത്രൂ ഔട്ട് ദിസ് ഡേ. ഇതുകൊണ്ടാണ് ഈ ഭാഗങ്ങളിൽ എന്ത് പ്രഷറാണ് നമ്മൾ പറയുന്നത്? ലോ പ്രഷറാണെന്ന് പറയുന്നത്. മക്കൾക്ക് അറിയോ, നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്ത് ടെമ്പറേച്ചറും നമ്മുടെ അറ്റ്മോസ്ഫിയറിക് പ്രഷറും എന്ത് റിലേഷനാണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. ഒന്ന് കൂടുന്ന സമയത്ത് ഒന്ന് കുറയും. അപ്പോൾ നമ്മൾ പറഞ്ഞ ഇക്വിറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റിൻ്റെ ഭാഗത്ത്, ഇക്വേറ്റർ റീജിയൻ്റെ ഭാഗത്ത് അവിടെ ടെമ്പറേച്ചർ വളരെ കൂടുതലാണ്. അപ്പോൾ ടെമ്പറേച്ചർ വളരെ കൂടുതലായതുകൊണ്ട് തന്നെ നമ്മുടെ പ്രഷർ അവിടെ എന്തായിരിക്കും? കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ അവിടെ ലോ പ്രഷറാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ദി ഇക്വിറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് ഈസ് സിറ്റുവേറ്റഡ് ബിറ്റ്വീൻ 5 ഡിഗ്രി നോർത്ത് ആൻഡ് സൗത്ത് ലാറ്റിറ്റ്യൂഡ്. അപ്പോൾ 0 to 5 ഡിഗ്രി നോർത്തും സൗത്ത് ലാറ്റിറ്റ്യൂഡിലാണ് നമ്മുടെ ഇക്വിറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് സ്ഥിതി ചെയ്യുന്നത്. ക്ലിയർ ആണോ? ഇനി ഈ ഭാഗത്ത് നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനും കൂടി നമ്മൾ ഇതിലോട് പറഞ്ഞു തരാം. ഡോൾഡ്രം. എന്താണ് ഡോൾഡ്രം? This pressure belt is also known as doldrum, meaning the zone with no winds. ഇക്വിറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റിനെ നമ്മൾ ഡോൾഡ്രം എന്ന് കൂടി പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഡോൾഡ്രം എന്ന് കൂടി പറയാൻ കാരണം? ദ സോൺ വിത്ത് നോ വിൻഡ്സ്. ഇവിടെ എന്താണ്? കാറ്റില്ലാത്ത ഒരു ഏരിയ ആണ് അല്ലേ, സോണാണ്. അപ്പോൾ സോൺ വിത്ത് നോ വിൻഡ്സ് അല്ലെങ്കിൽ ഡോൾഡ്രം എന്നറിയപ്പെടുന്നത് ഇക്വിറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് ആണ്. അതുപോലെ ദ റീജിയൻ വാസ് എ നൈറ്റ് മെയർ ഫോർ ദ ആൻഷ്യൻ മറൈനേഴ്സ്. പണ്ട് കാലത്തുള്ള മറൈനേഴ്സിന് ഇതൊരു പേടിപ്പെടുത്തുന്ന റീജിയനാണ്, പേടിപ്പെടുത്തുന്ന സ്വപ്നം പോലെയുള്ള ഒരു ഭാഗമാണ് നമ്മുടെ ഇക്വിറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് ഏരിയ എന്ന് പറയുന്നത്. കാരണം എന്താണ്? അവിടെ വിൻഡില്ല, നോ സോൺ വിത്ത് നോ വിൻഡ്സിലെ വിൻഡില്ലാത്ത ഏരിയ ആയതുകൊണ്ട് തന്നെ ആളുകൾക്കൊക്കെ, ഷിപ്പിലൊക്കെ പോകുന്ന ആൾക്കാർക്ക് കാറ്റാണ് അവരുടെ പ്രീമിയത്. അപ്പോൾ കാറ്റില്ലാത്തൊരു ഏരിയ ആയതുകൊണ്ട് തന്നെ അവിടെ അവർക്ക് ഭയങ്കര പേടിയുള്ള ഒരു അപ്പോൾ മക്കളെ, നമ്മൾ ഇക്വിറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അടുത്തതാണ് സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്. നമ്മുടെ ഇക്വിറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റിൻ്റെ നോർത്തിലും സൗത്തിലായിട്ട് നമുക്ക് നേരെ കാണാൻ പറ്റുന്ന 2 പ്രഷർ ബെൽറ്റാണ് സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്. അത് എത്ര ഡിഗ്രിയാണ്? 30 ഡിഗ്രിയാണ്. നമുക്കറിയാം 30 ഡിഗ്രി നോർത്തും ഉണ്ട്, 30 ഡിഗ്രി സൗത്തും ഉണ്ട്.
ഇവിടെ ഈ സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് ആയത് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്കറിയാം അവിടെ ആദ്യം ഉള്ള എയർ ഉണ്ട്, അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റിൽ നിന്ന് എക്സ്പാൻഡ് ചെയ്ത് വന്ന എയർ, അവിടുത്തെ ടെമ്പറേച്ചർ കൂടുതൽ കാരണം അവിടുത്തെ എയർ എക്സ്പാൻഡ് ചെയ്തു നമ്മൾ പറഞ്ഞു. ഈ എക്സ്പാൻഡ് ചെയ്ത് എയർ കൂടി എവിടെ വന്നിട്ടാണ് സബ്സൈഡ് ചെയ്യുന്നത്, അവിടെ എവിടെയാണ് എത്തിച്ചേരുന്നത്, നമ്മുടെ സബ് ട്രോപ്പിക്കൽ സോണിലാണ്. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് എന്ത് പ്രഷറായിരിക്കും? ഹൈ പ്രഷറായിരിക്കും. അപ്പം ഇതൊക്കെ എന്തിൻ്റെ കാരണത്താലാണ്? ഭൂമിയുടെ റൊട്ടേഷൻ റൊട്ടേഷൻ ഓഫ് ദ എർത്ത് കാരണമാണ് നമ്മുടെ ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റിൽ നിന്ന് പൊന്തി വന്ന എയർ, ഹോട്ട് എയർ, അത് നമ്മുടെ സബ് ട്രോപ്പിക്കൽ സോണിൽ സബ്സൈഡ് ചെയ്യാൻ കാരണം. അപ്പോൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഇനി രണ്ടാമത്തത് നമ്മൾ പഠിച്ചു. ഇനി മൂന്നാമത്തതാണ് സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ്. സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റിന് ശേഷമുള്ളതാണ് സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ്. എത്ര ഡിഗ്രിയാണ് മക്കൾ പറഞ്ഞേ? 60 ഡിഗ്രിയാണ്. നമുക്കറിയാം ഈ സോണിൻ്റെ പ്രത്യേകത എന്താണ്? ഇത് നമ്മുടെ പോളാർ റീജിയനോട് തൊട്ടടുത്ത് നിൽക്കുന്ന ഏരിയയാണ്. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തെ എയർ എന്ത് പ്രത്യേകത ഉണ്ടാവും? അടുത്ത എയർ നല്ല കോൾഡ് ആയിരിക്കും, നല്ല തണുപ്പായിരിക്കും അല്ലേ. ദോ ദ കോൾഡ് എയർ റിമെയിൻസ് ക്ലോസ് ടു ദ എർത്ത്, ദ എയർ ഇസ് ത്രോൺ അവേ ഡ്യൂ ടു ദ റൊട്ടേഷൻ ഓഫ് ദ എർത്ത്. ഈ സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ് പഠിക്കേണ്ട നമ്മൾ ഈ ഇമ്പോർട്ടൻറ്റ് സെൻറ്റൻസ് ആണ്. ദോ ദ കോൾഡ് എയർ റിമെയിൻസ് ക്ലോസ് ടു ദ എർത്ത്, അവിടുത്തെ എയർ കോൾഡ് ആയതുകൊണ്ട് തന്നെ ഈ എയർ ഭൂമിയുടെ റൊട്ടേഷൻ കാരണം എന്താകുന്നുണ്ട്? ത്രോൺ എവേ, ഇത് എറിയപ്പെടുന്നുണ്ട് നമ്മുടെ പോളാർ റീജിയനിലോട്ട്. ഈ എയർ എന്താക്കപ്പെടുകയാണ്? എയർ ത്രോ ചെയ്യപ്പെടുകയാണ്. ഇത് കാരണത്താലാണ് സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ് ആയത്. ഓക്കെ, ദോ ദ എയർ കോൾഡ് എയർ റിമെയിൻസ് ക്ലോസ് ടു ദ എർത്ത്, ദ എയർ ഈസ് ത്രോൺ അവേ ഡ്യൂ ടു ദ റൊട്ടേഷൻ ഓഫ് ദി എർത്ത്. അതുകൊണ്ടാണ് നമ്മുടെ സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ് ആവാൻ കാരണം. ക്ലിയർ ആയേ? ഇനി അത് ലാസ്റ്റാണ് നമ്മുടെ പോളാർ ഹൈ പ്രഷർ ബെൽറ്റ്. പോളാർ ഹൈ പ്രഷർ ബെൽറ്റിൻ്റെ പ്രത്യേകത നമുക്കറിയാം. പോളാർ റീജിയൻ എന്താണ്? നല്ല കോൾഡൻ റീജിയൻ ആണ് അല്ലേ. ദ സോൺ എക്സ്പീരിയൻസ് സിവിയർ കോൾഡ് ത്രൂ ഔട്ട് ദി ഇയർ. വർഷം തോറും നല്ല തണുപ്പ് കിട്ടുന്ന ഒരു ഏരിയ ആണ്. ആസ് എ റിസൾട്ട് ദ എയർ റിമെയിൻസ് ചിൽഡ് അണ്ടർ ദ എക്സ്ട്രീം കോൾഡ് ദറ്റ് പ്രിവീഡ്സ് ഓവർ ദ പോൾസ് ആൻഡ് ദിസ് കോൺട്രിബ്യൂട്ട്സ് ടു ദ സ്റ്റഡി ഹൈ പ്രഷർ എക്സ്പീരിയൻസ്ഡ് ഹിയർ. ഈ ഭാഗത്തുള്ള എയർ നല്ല ചില്ലായിട്ട് നല്ല എക്സ്ട്രീം കോൾഡ് ആയിരിക്കും ഈ പോളാർ റീജിയനിൽ. നമുക്കറിയാം ടെമ്പറേച്ചർ കുറയുകയാണെങ്കിൽ പ്രഷർ എന്താവും? പ്രഷർ ഓട്ടോമാറ്റിക്കലി കൂടുകയാണ് ചെയ്യുക. അപ്പോൾ ഇവിടെ ടെമ്പറേച്ചർ കുറവായതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് എന്ത് പ്രഷറായിരിക്കും? ഹൈ പ്രഷറായിരിക്കും. അതുകൊണ്ട് പോളാർ ഹൈ പ്രഷർ ബെൽറ്റ് ആണെന്ന് നമുക്കറിയാം. അപ്പോൾ എത്രയേ ഉള്ളൂ മക്കളെ നമ്മുടെ ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്? 4 നമ്മൾ ക്ലിയർ ആയിട്ട് പഠിച്ചല്ലോ അല്ലേ. ആദ്യത്തേത് ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്, അതിനുശേഷം വരുന്നതാണ് സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്, പിന്നെ സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ് ആൻഡ് പോളാർ ഹൈ പ്രഷർ ബെൽറ്റ്. അപ്പോൾ നല്ല രീതിയിൽ ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അത് പക്ക നിങ്ങൾ നല്ല തറവാക്കി പഠിച്ചിട്ട് തന്നെ പോവാം. ഷുവറായിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. താങ്ക് യു ഫ്രം എക്സലൻറ്റ് യൂട്യൂബ് ചാനൽ.